തങ്ങൾ പങ്കെടുത്തില്ല. ഹജ്ജിന് പോയ തങ്ങളെങ്ങനെ UDF യോഗം ബഹിഷ്കരിക്കണത്? ഹജ്ജിന് പോയ ആള് UDF യോഗം ബഹിഷ്കരിച്ചെന്ന് വാർത്ത കൊടുത്ത ആളല്ലേ നിങ്ങൾ? അതെന്തിനാ അങ്ങനെ പിറ്റേ ദിവസത്തെ അല്ലല്ല, അതിനു മുമ്പേ പോസ്റ്റർ ഇറക്കിയല്ല, ന്യൂസും പോയല്ലോ. പിറ്റേ ദിവസത്തെ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അബ്ബാസ് അലി തങ്ങളാണെന്ന് അത് മറച്ചു വെച്ചു. ഇതൊക്കെ നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ പോവാണ്. ഏറ്റവും മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തതിനേക്കാൾ മഹത്തായൊരു കൺവെൻഷനാണ് അവിടെ നടന്നത്. നിങ്ങൾ കണ്ടാണ് അവിടെ എന്തായിരുന്നു അതിൻ്റെ വൈബെന്ന് നിങ്ങൾ കണ്ട. ഇതുവരെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇതുവരെ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇത്രയും വൈബുള്ള, ആൾക്കൂട്ടം മാത്രമല്ല, ഇത്രയും വൈബുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കണ്ടിട്ടില്ല. ഞാൻ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു സ്റ്റേജിൽ ഇത് കണ്ടിട്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ അനുഭവമാണ്. ഞാൻ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും അല്ലാത്തതിനൊക്കെ പോകുന്ന ആളല്ലേ, എത്ര വർഷമായി ഞങ്ങൾ നിൽക്കുന്നു. ആ കൺവെൻഷൻ്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചു അല്ലേ? നിങ്ങൾക്ക് അറിയാമല്ലേ, തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചാൽ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ഒരാളും ആ വേദിയിലുണ്ടാവില്ല. അത് അറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ റിപ്പോർട്ട് ചെയ്തവർക്കില്ലേ? തങ്ങൾ കുടുംബം ഈ കൺവെൻഷനും ഈ തെരഞ്ഞെടുപ്പും ബഹിഷ്കരിച്ചാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തുടങ്ങിയുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗുകാരൻ ആ ഓഡിറ്റോറിയത്തിലോ ആ സ്റ്റേജിലോ ഉണ്ടാവോ? അപ്പം നിങ്ങളുടെ കാപട്യമാണത്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? എല്ലാവരും അല്ല, ഞാൻ എല്ലാവരെയും പൊതുവൽക്കരിച്ച് പറയില്ല, നിങ്ങളവരെ തെറ്റിദ്ധരിക്കണ്ട. അന്ന് എനിക്ക് തോന്നി ഇതെന്താണ് നിങ്ങളിത് ചെയ്യുന്നത്? കാരണം അതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരരുത്. ആ കൺവെൻഷനും ആ കൺവെൻഷനിലെ ഒരു ഐക്യവും അതിനെക്കുറിച്ചുള്ളൊരു വാർത്ത മനഃപൂർവ്വം വരാതിരിക്കാൻ ഞങ്ങളിനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആര് ഇതുപോലത്തെ വാർത്തകൾ കൊടുത്താലും അവരെ പേരെടുത്ത് പറയും, ആരാ കൊടുത്തതെന്ന് പറയും, പേരെടുത്ത് പറയും. കാരണം മനഃപൂർവ്വമായിട്ട് കുറച്ച് ആളുകൾ ഇറക്കിയിരിക്കുക. ഞങ്ങളിത് പാലക്കാട് കണ്ടതാണ് ആദ്യത്തെ ഒരാഴ്ച ഇതുപോലെ. എനിക്കിതിൻ്റെ അകത്ത് വിഷമമൊന്നുമില്ല. നിങ്ങളിപ്പോൾ കുറിച്ച് ആരോപണങ്ങൾ ഉന്നയിക്കുന്നു, പറയുന്നു. ഞാൻ പരസ്യത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല, പരസ്യം അല്ലാതെ കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ എനിക്ക് നല്ല ഫ്രീ എയർ ടൈം കിട്ടുന്നുണ്ട്. എത്ര പ്രാവശ്യം എൻ്റെ പേര് പറയണം, ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. ഇത്ര ഫ്രീ ആയിട്ട് എനിക്ക് ഇത്ര എയർ ടൈം ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, ഒരു കാശ് മുടക്കാതെ മുഴുവൻ സമയം പറയുന്നുണ്ട്. ഇത് പാലക്കാട് കിട്ടിയതാണ്. ഒന്നും സംഭവിച്ചില്ലല്ലോ, പാലക്കാട് ഒന്നും സംഭവിച്ചില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞെടുത്തല്ലേ ചെന്ന് നിന്ന്. അതുകൊണ്ട് ഒരു സാമാന്യ യുക്തിക്ക് ഞങ്ങൾക്കെതിരെ വാർത്ത കൊടുത്തോ, അതൊക്കെ ഉണ്ടാവും, വാർത്ത ഞങ്ങൾക്കെതിരെ കൊടുത്തോ. പക്ഷേ കൊടുക്കുന്ന വാർത്തയുടെ ഒരു ഔചിത്യം എങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന. ഇനി മാധ്യമപ്രവർത്തകർക്കെതിരെ പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞിട്ട് വാർത്ത കൊടുക്കരുത്, വിനീതമായ അഭ്യർത്ഥന. ഞാൻ പറയാം, മലപ്പുറത്തെ കോണറിൽ നിന്ന് ആരാ? അല്ലല്ല, മലപ്പുറത്തെ VS അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? കോപ്പി അടിച്ചിട്ടാണ് ഇവിടുത്തെ പിള്ളേർ ജയിക്കുന്നതെന്ന് പറഞ്ഞു അന്ന് ഇല്ലേ? പിന്നെ മലപ്പുറത്തെ ഇപ്പം കോണർ ചെയ്യാൻ നോക്കിയത് ആരൊക്കെയാണ്? ഞാൻ കുറേ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കട്ടെ നിങ്ങളോട്. ഞാനത് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയത, കടകംപള്ളി സുരേന്ദ്രൻ 2017 കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ്. ദേശീയപാത സർവേക്കെതിരെ മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ, A വിജയരാഘവൻ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഹൈവേക്കെതിരെ സമരം ചെയ്യുന്നതൊക്കെ മിതവാദികൾ, ഇവിടെ എത്തിയപ്പോൾ തീവ്രവാദികൾ. സമരക്കാർ മലപ്പുറത്തുകാർ, ആലപ്പാട് ഖനന വിരുദ്ധ സമരത്തിനെതിരെ, അതായത് മലപ്പുറത്തുകാർ ആണെന്ന് എൻ്റെ അർത്ഥം മനസ്സിലായ. അത് EP ജയരാജൻ. മതത്തിൻ്റെ പേരിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം സുപ്രീം കോടതി പരിശോധിക്കണം, കോടിയേരി ബാലകൃഷ്ണൻ. ദേശീയപാത സമരത്തിൽ വന്നിട്ട് പറഞ്ഞാണ്. മലപ്പുറത്ത് അക്രമം നടത്തിയത് രാജ്യദ്രോഹികൾ, പാണക്കാട് തങ്ങൾ യോഗി ആദിത്യനാഥിനെ പോലെ. കോടിയേരി. ഏറ്റവും വലിയ വർഗീയത ന്യൂനപക്ഷ വർഗീയത, വിജയരാഘവൻ ഇവിടെ വെച്ച് പ്രസംഗിച്ചാണ്. മതമൗലികവാദ ചേരിയിലാണ് മുസ്ലിം ലീഗ്. മുന്നോക്ക സംവരണത്തിനെതിരെ ലീഗ് ശ്രമിച്ചത് ധ്രുവീകരണത്തിന്, വിജയരാഘവന്റെ സംഭാവന. സാദിഖ് അലി തങ്ങളുടേത്, സക്കീർ നായിക്കിന്റെ നിലപാട്, വിജയരാഘവൻ. പാലത്തായിൽ തീവ്രവാദ സംഘടനകൾ നുണ പ്രചരിപ്പിക്കുന്നു, വിജയരാഘവൻ. ദേശീയപാത വികസനം തടസ്സപ്പെടുത്തിയത് തീവ്രവാദികൾ, വിജയരാഘവൻ.
ദേശീയപാത സർവേക്കെതിരായി മലപ്പുറത്ത് സമരം ചെയ്യുന്നത് തീവ്രവാദികൾ. വിജയരാഘവൻ. കോൺഗ്രസ് നേതാവ് MA ഷാനവാസ് മുസ്ലിം തീവ്രവാദി. A വിജയരാഘവൻ. ഗെയിൽ സമരം പിന്നിൽ തീവ്രവാദികൾ. CIA വിരുദ്ധ സമരങ്ങളിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറി. കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം സ്ഥിരീകരിച്ചു. നരേന്ദ്രമോദി. ധാരാ ഈ മലപ്പുറത്തെക്കുറിച്ച് ഇത്രയും മോശമായ നിരന്തരമായ ക്യാമ്പയിൻ എത്ര വർഷമായി തുടങ്ങിയിട്ട്? CPM ആണ്. അത് മലപ്പുറത്തെ മുഴുവൻ ജനങ്ങൾക്കും അപമാനകരമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ സംസ്ഥാനത്ത് ഇത്രയും മതസൗഹാർദ്ദത്തോടു കൂടി ജീവിക്കുന്ന, താങ്കൾ പറഞ്ഞതുപോലെ ഇത്രയും പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനത ഒരു ജില്ലയിലും കാണില്ല. അത്രയും പരസ്പര സ്നേഹത്തോടു കൂടി ഇപ്പം നോക്കിയാൽ ഇപ്പം പെരുന്നാൾ ആഘോഷമോ എല്ലാവരും ഉണ്ടാവും. ഇവരുടെയൊക്കെ വീടുകളിൽ എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകൾ അവർ ക്ഷണിച്ച് ഇത്രയും സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ജില്ലയെ ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം ഉണ്ടാക്കുകയാണ്. പെൺകുട്ടികളടക്കം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളിൽ മികച്ച ക്യാമ്പസുകളിൽ ഈ ജില്ലയിൽ നിന്നുള്ള പിന്നോക്കം നിന്നിരുന്ന, വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾ വരിക. അതിനെയൊക്കെ വർഗീയമാക്കി അധിക്ഷേപിച്ച ഒരു നാണം കെട്ട പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വർഗീയ പ്രസ്താവനകൾ നടത്തിയ ആളാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ചുമതല. മനഃപൂർവ്വം വെച്ചാണ്, മനഃപൂർവ്വമാണ് ഈ A വിജയരാഘവന് ഇവിടുത്തെ LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ചുമതല വച്ചിരിക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ വർഗീയ പ്രചരണം മലപ്പുറത്തിനെതിരെ നടത്തിയിരിക്കുന്ന ആളാണ്. നമുക്ക് കാണാം. ഇവിടുത്തെ ആളുകൾക്ക് നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ആളുകളാണ്. ഞാൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആര്യാടൻ ഷൗക്കത്തിൻ്റെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ പ്രതിഫലിക്കും. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ച് കേരളത്തിലേക്ക് കേരയിൽ നടത്താൻ കൊണ്ടുവന്നാലും കേരളത്തിൽ അത് നടത്താൻ സമ്മതിക്കില്ല. നടത്താൻ സമ്മതിക്കില്ല. 3 ചോദ്യം ചോദിച്ചു. പക്ഷേ അങ്ങയുടെ നേതാവ് 2003 ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അത് ആദരണീയനായ കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയാണ്. AK ആന്റണി ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദം ചെലുത്തി അനധികൃതമായി അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുന്നത് 2003 അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. ഇത് ഞാൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് അല്ല. കേക്ക് താങ്കൾ കയ്യിൽ നിന്ന് വന്നാണല്ലോ, താങ്കൾക്ക് പ്രശ്നം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. ഞാനീ പറഞ്ഞതിൽ ഞാൻ ഈ കേരളത്തിലെ CPM നേതാക്കൾ ഈ ജില്ലയെക്കുറിച്ച് നടത്തിയ ഹീനമായ ആക്ഷേപങ്ങളുടെ പട്ടികയാണ് ഞാൻ നിരത്തിയത്. അത് ഒരെണ്ണം നിഷേധിക്കുന്നുണ്ട് ആരെങ്കിലും? ഞാൻ എൻ്റെ കയ്യിൽ മുഴുവൻ അതിൻ്റെ പേപ്പർ കട്ടിങ്സും മുഴുവൻ അതിൻ്റെ വോയിസ് റെക്കോർഡ്സും, അത് അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. എല്ലാവർക്കും അറിയാം. അദ്ദേഹം തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പറഞ്ഞു ഞങ്ങളെല്ലാവരും പറഞ്ഞല്ലോ. മലപ്പുറത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഖേദകരമാണ്, തെറ്റാണെന്ന് ഞങ്ങൾ പറയും. ആര് പറഞ്ഞാലും പറയും. പിറ്റേ ആഴ്ച എന്താ ചെയ്തത്? മുഖ്യമന്ത്രി അവിടെ പോയി അദ്ദേഹത്തിൻ്റെ പരിപാടി പങ്കെടുത്തതിലും തെറ്റില്ല. അവിടെ ചെന്ന് ഇവിടെ നടത്തിയ പ്രസ്താവനയെ മുഖ്യമന്ത്രി ന്യായീകരിച്ചു. മുഖ്യമന്ത്രിയാണ് ഈ മലപ്പുറം വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഡൽഹിയിലിരിക്കുന്ന യജമാനന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മലപ്പുറത്തെക്കുറിച്ചുള്ള സംഘപരിവാർ നറേറ്റീവ് CPM നേതാക്കൾ ആവർത്തിക്കുന്നത്. Subscribe to One India and never miss an update.